നമസ്കാരം. 6 മണിക്കൂറിൽ ഒരു 23-കാരൻ കൊലപ്പെടുത്തിയത് 5 പേരെയാണ്. ലക്ഷ്യം വെച്ചതോ സ്വന്തം അമ്മയും അനിയനും അമ്മൂമ്മയും പ്രണയിച്ച ഒപ്പം ഇറങ്ങി വന്ന പെൺകുട്ടിയും ഉൾപ്പെടെ 6 പേരെയും. വെഞ്ഞാറമൂട്ടിലെ നിഷ്ഠൂരമായ കൊലപാതക പരമ്പരയുടെ ഞെട്ടലിലാണ് മലയാളികൾ. അത്രമേൽ പ്രിയപ്പെട്ടവരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അഫാൻ എന്ന 23-കാരൻ യാതൊരു കൂസലുമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്, ഞാൻ 6 പേരെ തട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. കേട്ടുനിന്ന പോലീസുകാർ പോലും തരിച്ചുപോയ നിമിഷം. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഓരോ മലയാളിയും ചോദിക്കുന്നത്. കൊലപാതകം നടത്തിയ രീതി വിശദീകരിച്ചാൽ ആരും ചെവി പൊത്തിപ്പോകും. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ആദ്യം പറഞ്ഞ അഫാൻ പിന്നീട് പറഞ്ഞത് പ്രണയം വീട്ടുകാർ അംഗീകരിക്കാതിരുന്നതാണ് കാരണമെന്നാണ്. ഒന്നിനും ഒരു വ്യക്തതയുമില്ല. രക്തമുറയുന്ന നിഷ്ഠൂരത. കാരണം പണമോ പ്രണയമോ അതോ മറ്റെന്തെങ്കിലുമോ ആണോ എന്ന് കണ്ടെത്തേണ്ടത് ഇനി പോലീസിന്റെ മുന്നിലെ വെല്ലുവിളിയാണ്. നോക്കാം വിശദമായി അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതടക്കം സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലത്തീഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മറ്റുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പ്രതിയുടെ മാതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക പോലീസ് സെല്ലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വി വിനോദും ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം നമുക്ക് വി വിനോദിലേക്ക് കടക്കാം. വിനോദ്, നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ആ വാർത്ത കേട്ടതിന്റെ തരിപ്പ്, ഞെട്ടല് നമ്മളിൽ നിന്ന് ആർക്കും മുക്തമായിട്ടില്ല. നമ്മൾ അതിൽ നിന്നൊന്നും മുക്തമായിട്ടില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ട 6 പേരെയാണ് അഫാൻ കൊല്ലാൻ ശ്രമിച്ചത്. അതിൽ ഉമ്മ മാത്രമാണ് അല്പജീവനുമായി ഇപ്പോൾ ആശുപത്രിയിൽ ജീവനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കാം ഒരു 23-കാരനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ഇത്രയും വലിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പല കാര്യങ്ങൾ അഫാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിലൊന്നും വ്യക്തതയില്ല, അതൊന്നും വിശ്വസിക്കാൻ ആകുന്നുമില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി പോവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 5 ഡിവൈഎസ്പിമാരുടെ ചുമതലയിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോവുക. എങ്ങനെയാണ് നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു പുരോഗതി? പോലീസ് പ്രാഥമികമായി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേത് തരത്തിലാണ്? ആര്യ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ദൃശ്യങ്ങൾ അഫാന്റെ ഉമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ വേണ്ടി ആ വീട്ടിലെത്തുകയും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് 10 മിനിറ്റ് പോലും സമയമെടുക്കാതെയാണ്. അതായത് ഒരു കൊലപാതകം നടത്തി മടങ്ങിയത് 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ കൊല നടത്താൻ വേണ്ടി ബൈക്കിലേക്ക് അവിടെ വരുന്നു, അതിനുശേഷം ആ വഴിയിലേക്ക് കയറിപ്പോകുന്നു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ പ്രതി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ കൊലപാതകമാണ്. ഈ പരമ്പരയിൽ ആദ്യം കൊലപ്പെടുത്തുന്നത് ഉമ്മുമ്മയാണ്. സ്വർണമാല ചോദിച്ചു, അത് കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം. ഇതിനു മുൻപ് തന്നെ കമ്മൽ ചോദിച്ചു, ആ കമ്മൽ വാങ്ങുകയും അത് പണയം വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സ്വർണമാല ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നൽകാൻ ഉമ്മുമ്മ കൂട്ടാക്കിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം മറ്റുള്ളവരോടെല്ലാം വൈരാഗ്യമുണ്ടാകുന്ന നിലയിലേക്ക് അഫാൻ മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തുടർച്ചയായി മദ്യപിച്ചിരുന്നു എന്ന ചില സൂചനകൾ പുറത്തുവരുന്നു. ആ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ലഹരി ഉപയോഗം സംബന്ധിച്ച് പോലീസിന്റെ സ്ഥിരീകരണം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കം ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന് ഇപ്പോൾ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 5 ഡിവൈഎസ്പിമാരാണ്. ആറ്റിങ്ങൽ നെടുമങ്ങാട് ഡിവൈഎസ്പിമാരടക്കം 5 പേരുടെ സംഘമാണ് ഉള്ളത്. അതിന് താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സൈബർ ടീമിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മൊഴികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾ നോക്കണം. അതിനു മുൻപ് ഈ സൗഹൃദം ഏത് തരത്തിലുള്ള സൗഹൃദ വലയത്തിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്? ഈ സുഹൃത്തുക്കളുടെ സ്വാധീനമോ
ആ തരത്തിലുള്ള പ്രേരണയോ ഉണ്ടായിട്ടുണ്ടോ, ഇവർ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നോ, മറ്റ് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം തന്നെ ഇനി പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് പല സ്ഥലങ്ങളിലും എത്തിയത് എന്നത് സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ഈ മൊഴി നൽകുമ്പോൾ പറയുന്നത് തന്റെ പിതാവ് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. പക്ഷേ പിതാവിനെ സഹായിക്കാൻ മറ്റുള്ളവർ തയ്യാറായില്ല. മാത്രമല്ല, കടം കൊടുത്ത പണം പലപ്പോഴായി വീട്ടിലെത്തി തിരികെ ചോദിച്ചിരുന്നു. ഇതെല്ലാം തന്നെ പ്രയാസത്തിലാക്കി എന്നതാണ്. അഫാനാകട്ടെ മറ്റ് തൊഴിൽ ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോവുകയും കുറച്ച് ദിവസം മാത്രം അവിടെ നിന്ന് തിരികെ മടങ്ങിയെത്തുകയും ചെയ്തു. പിതാവിന് ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത വിദേശത്തുണ്ട്. അതുകൊണ്ട് ഈ ട്രാവൽ ബാൻ ഉൾപ്പെടെ നേരിടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഒരുപക്ഷെ പിതാവിന് ഇവിടേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയം അവശേഷിക്കുന്നുണ്ട്. അഫാനെ സംബന്ധിച്ച് ഈ ദൈനംദിന ജീവിതം ആ കാര്യത്തിനുള്ള ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിന് പലരിൽ നിന്നും സ്വന്തം നിലയ്ക്ക് പണം കടം വാങ്ങിയിരുന്നു. വീട്ടിൽ പണത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാതാവിൽ നിന്ന് പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ബന്ധുക്കളിൽ നിന്ന് പണം പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവരങ്ങളെല്ലാം പുറത്തുവരുന്നു. മാത്രമല്ല, ഈ തുക ചെലവഴിച്ചത് എങ്ങനെയാണ്, സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വഴിയിലൂടെ പോയിരുന്നോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് പോലീസിന്റെ ഇനിയുള്ള അന്വേഷണം. ഏതായിരുന്നാലും സാമ്പത്തികം തന്നെയാണ് ഇതിന് പ്രധാന കാരണമായതെന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെന്നെത്തുന്നത്. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെയും സാമ്പത്തികമായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും അമ്മ അർബുദ ബാധിതയാണ്. ഈ ചികിത്സയ്ക്കുള്ള പണം വേണം, മറ്റ് ദൈനംദിന ചെലവുകൾക്കുള്ള പണം വേണം. അപ്പോൾ ഒരു വിവാഹത്തിലേക്ക് പോയാൽ അതും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കും എന്ന ഒരു ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഒരു വൈരാഗ്യത്തിലേക്ക് ഈ പ്രതിയെ എത്തിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അരും കൊല നടത്തുന്നത് അത് ഏത് മാനസികാവസ്ഥയിലാണ്? ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെ ആകണം ഇങ്ങനെ നിഷ്ഠൂരമായ കൊലകൾ, ഒന്നിനു പിറകെ ഒന്നായി 5 കൊലപാതകങ്ങൾ നടത്തുക എന്ന ഒരു രീതിയിലേക്ക് പ്രതി എത്തിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അതെ, അത് തന്നെയാണ് വിനോദ്. 6 മണിക്കൂർ കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ 6 മണിക്കൂറിനിടയിൽ ഒരിക്കൽ പോലും താൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആ പ്രതി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു കൊലപാതകം നടത്തി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി, അതും അറിയാൻ പരിചിതമില്ലാത്ത ആളുകളെ ഒന്നുമല്ല, സ്വന്തം വീട്ടിലുള്ളവരെ അത്രമേൽ പ്രിയപ്പെട്ട ആളുകളെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത്. ഈ മണിക്കൂറുകൾക്കിടയിൽ ഒരു തവണ പോലും ആ പ്രതി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തനിക്ക് ഇതിനൊക്കെ കഴിയുമോ? ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ആ ഒരു കൊലപാതകം നടത്തി മറ്റൊരു കൊലപാതകം നടത്തുന്നതിന്റെ ഇടവേളയിൽ ഇതിൽ നിന്ന് പിന്മാറാം എന്ന ഒരു ചിന്ത ആ പ്രതിക്കുണ്ടായില്ലെങ്കിൽ അഫാന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കാം ആ മണിക്കൂറുകളിൽ?